பரமேஸ்வர பிள்ளை வீடு எங்க இருக்குன்னு தெரியுமா? അങ്ങോട്ട് മാറി കടയിലോട്ടേക്ക് വെച്ചാ മതി. சரி சரி வாமா. அழகான இடம். தம்பி, இங்க ஒரு பெரிய பணக்கார இருக்காங்கல்ல, பரமேஸ்வரன் பிள்ளை. அந்த ஆளு வீடு எங்க இருக்கு? പരമേശ്വരൻ പിള്ളയോ? അങ്ങനെ ഒരാളില്ലല്ലോ ഇവിടെ. ആട്ടെ, നിങ്ങൾ എവിടുന്നാ? நாங்க பழனினா. என் பேரு செம்பகவல்லி, என் பொண்ணு பாவிழம். ഇതിന്റെ അടുത്തൊക്കെ എങ്ങനെ മലയാളം പറഞ്ഞു മനസ്സിലാക്കാനാ? ആ ആട്ടെ, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ എങ്ങനെ ഇരിക്കും? நல்ல அழகா சிகப்பா கம்பீரா இருக்கும். സദ്ഗുണ മുതലാളിയാണോ അതോ പ്രസിഡന്റ് സാറോ? ആട്ടെ, മീശ ഉണ്ടോ? இருக்கு இருக்கு, அப்பா போட்டோ என் கையில இருக்கு. கொடு கொடு. ഇത് പരമേശ്വരൻ പുള്ളിയൊന്നുമല്ല. പിടികിട്ടി, ആളെ പിടികിട്ടി. ബാ வா. ഇതാ തെങ്ങിന്റെ ചെവിടുന്ന് ചോട്ട് പറിക്കാതെ ചാലൊക്കെ വൃത്തിയാക്ക്, വെള്ളം ഒഴുകി പോട്ടെ. ആ തെങ്ങിഞ്ഞ് മറിഞ്ഞു പോരും. ഇങ്ങോട്ട് പോടാ. പ്രസന്നത്തേക്ക് ഇതേ പള്ളിന്ന് വന്നിരിക്കുന്നു. പളനീതു മോനെ, അവരെന്തിയെ? മോനാ? ആ, ഞാൻ ഒരു കട എഴുതിയിട്ടുണ്ട്. വാ വാ വാ. ഒന്ന് പതുക്കെ പറയടാ, ആരെങ്കിലും കേട്ടാ എന്റെ മാനം പോവും. ബാ ബാ. ഓ, വയസ്സുകാലത്ത് ചവിട്ടാൻ പാടാ. കൊണ്ട് മറക്കിടല്ലേ പ്രസിഡന്റ്. എന്തോ നിൽക്കുന്ന அடுத்த வாரம் ஊருக்கு போய் அப்பாவை கூட்டி வரேன்னு சொல்லி போயிட்டு பாத்தியா 18 வருஷம் ஆச்சு. அப்பா, അയ്യോ, എന്നെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുവായിരുന്നു രണ്ടും കൂടെ. நம்ம மகளை பெரிய இடத்துல கல்யாணம் கழிச்சு கொடுக்கணும். பெரிய பெங்களா, காரு, 500 பவன் சீர் வரிசை. அப்பா முன்னாடி நின்று கல்யாணம் பண்ணி கொடுக்கணும். அதுக்காகத்தான் நான் இங்க வந்தேன். எவ்வளவு கஷ்டப்பட்டுதான் உங்களை தேடி கண்டுபிடிச்சேன் தெரியுமா? ഉൻ തമ്പി വേലുസാമിക്ക് ഞാൻ മാസാമാസം കാശ് അയക്കുന്നുണ്ടല്ലോ. அதுதான் பிரச்சனை. എന്നെ நம்ம பொண்ணு அவனுக்கு முறைதானே. അമ്മാ, നമ്മ പൊണ്ണ് നമ്മ പൊണ്ണ് നമ്മ പൊണ്ണ്. അവിടത്തെ അവന് കല്യാണം കഴിക്കണം. அதுதான் பிரச்சனை. അയ്യേ, അമ്മ ചേച്ചിക്കാരെ കല്യാണം കഴിക്കുന്നോ? അവിടൊക്കെ അങ്ങനെയാടാ. ബെസ്റ്റ് ഫാമിലി. ഇനി എവർക്ക് താമസിക്കാനൊരിടം. അല്ലത് ആര്? പ്രസിഡന്റ് സാറോ? എന്താ വിശേഷിച്ച്? അല്ല, ഇവരൊക്കെ? പവിത്ര സാറേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ. എന്താ സാറേ? പവിത്ര എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കാനോ? പ്രസിഡന്റ് സാറിനെ ഞാൻ പവിത്രനോട് ഞാനിത് എങ്ങനെ പറയും? സാറിന് എന്തു എന്നോട് തുറന്നു പറയാം. ഈ ജാമ്പൂപുരത്ത് അതിനർഹനായിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, എന്റെ പ്രസിഡന്റ് സാർ. പവിത്ര, എന്റെ അമ്മച്ചി മരിച്ച് 16 തികയുന്നതിന് മുമ്പ് ആ സദ്ഗുണൻ ഞങ്ങളുടെ വീടും പറമ്പും ബാങ്കുകാരെ കൊണ്ട് ജപ്തി ഏൽപ്പിച്ച് എന്നെയും പെങ്ങളെയും നടു റോഡിൽ ഇറക്കി വിട്ടപ്പോ ഞങ്ങളെ 2 കൈ നീട്ടി സ്വീകരിക്കാനും കയറിക്കിടക്കാൻ ഇടം തരാനും ഈ ജാമ്പൂപുരത്ത് ഒരേ ഒരാളെ ഉണ്ടായിരുന്നു, എന്റെ പ്രസിഡന്റ് സാർ.
പവിത്ര, അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ. ഉപ്പ് തിന്നവൻ എന്നായാലും വെള്ളം കുടിക്കും. തന്നെ പടിയിറക്കി വിട്ട ആ സദ്ഗുണൻ ഇന്ന് എവിടെ? സ്വന്തം മകളുടെ വഴി പിടിച്ച പോക്ക് കാരണം പെറ്റുവീണ മണ്ണ് വരെ അന്യദേശക്കാരന് വിറ്റുപറക്കി പോകേണ്ടി വന്നില്ലേ? സാറിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തായാലും എന്നോട് തുറന്നു പറയണം സാറേ. പവിത്ര, പിന്നെ ആ വണ്ടിയിലിരിക്കുന്ന 2 പേര് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. അവരെ കുറച്ചു ദിവസം ഇവിടെ ഒന്ന് താമസിപ്പിക്കണം. അത്രയുള്ള കാര്യം. കേറി വരാൻ പറയണം സാറേ. ഇത് സാറിന്റെ വീടല്ലേ? അല്ല പിന്നെ. അല്ല പിന്നെ. വെളിയിലെ വാ. பாரு, இது உனக்கு கூட பிறந்த தம்பி மாதிரி. இது நம்ம வீடுதான். தைரியமா உள்ள போகு. போமா. പറ്റ സാറേ, അവർക്ക് ഒരു കുറവും ഇവിടെ ഉണ്ടാവില്ല. ഇല്ല, ഒരു കുറവും ഉണ്ടാവില്ല. ഒരു കുറവും ഉണ്ടാവില്ല എന്നാ ആ പരനാറി പവിത്ര എന്നോടും പറഞ്ഞത്. അണ്ണൻ അറിയാമോ എന്തോന്ന്? കൂടെ കളിച്ചു വളർന്ന കൂട്ടുകാരനെ ഒരു കുറ്റവും കാണാതെ കുത്തിന് പിടിച്ച് പുറത്ത് തള്ളിയവനാ ആ പരനാറി പവിത്രൻ.